ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBI അല്ലെങ്കിൽ IBPS ക്ലർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ലാസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? നല്ല ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. അരിത്തമെറ്റിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഓരോ ടൈപ്പ്, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ടൈപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും അതിൻ്റെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, പല പല ടൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് സബ് ടൈപ്പ് ഉണ്ട്. എല്ലാ സബ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കും. ഇനി നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട് ഇനി SBI ക്ലർക്കിന്? 20 ദിവസം തികച്ച് കാണും അല്ലേ? IBPS ക്ലർക്കിനാണെങ്കിലും ഒരു 30 ദിവസം കാണും. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വിലപ്പെട്ടതാണ്. എത്ര മോക്സ് ഒക്കെ എല്ലാവരും എഴുതുന്നുണ്ട് ഒരു ദിവസം? ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 മോക്ക് അല്ലെങ്കിൽ 3 മോക്സ് ഡെയിലി എഴുതുക. ഓൾറെഡി അതിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കാണണം. കാര്യം അതിനകത്ത് മെയിൻസും പ്രിലിംസും എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 മോക്സ് എഴുതുക. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് തരുന്നതായിരിക്കും. അരിത്തമെറ്റിക്കിൻ്റെ എല്ലാ ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടൈപ്സും എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും. അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് മാത്രമാണോ? നമ്മുടെ DIC ഇല്ലേ, DI സീരീസ് വരും. അതിൽ തന്നെ കേസ്ലെറ്റ് DA ടഫ് അല്ലേ? അപ്പോൾ കേസ്ലെറ്റ് DAയുടെ ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഒരു 12 സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു തരണ്ടേ? അപ്പം നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല. ഓപ്ഷൻ എലിമിനേഷൻ ഉണ്ട്, ഡിജിറ്റ് സം ഉണ്ട്, അങ്ങനെ എന്തോരം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രോപ്പർ നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നോട്ട്ബുക്കിൽ ഇതെല്ലാം എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എഴുതുക. ഇനി ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ PDF ഞങ്ങൾ ടെലിഗ്രാം ചാനൽ, ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഒരു 2-3 വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, എംബോസിഷൻ പോലെ എഴുതുക. ഇനി ബേസിക്സ് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ഒരു വേറൊരു ഇങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു വേറൊരു മഷിയുള്ള ഒരു പേന വെച്ച് എഴുതി അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. മൾട്ടിപ്പിൾ ടൈംസിൽ റിവിഷൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 2-3 തവണ എംബോഷൻ പോലെയൊക്കെ എഴുതിക്കോ, നമ്മുടെ പഴയ മെത്തേഡിൽ, ഓൾഡ് ഫാഷൻ. അപ്പോൾ ആ ഒരു മെത്തേഡിലൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലെയാ? ടൈം ആൻഡ് വർക്ക് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ എനിക്കറിയാം. അതായത് എന്താ, നമ്മൾ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്കിന്റെ കൺസെപ്റ്റ് അല്ലേ, അതൊരു ടൈപ്പാണ്. ഈ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ വേറൊരു സബ് ടൈപ്പാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ പെയറായിട്ട് തിരിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇൻഡിവിജ്വലി ഓരോരുത്തരും എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ക്ലാസ്സിലും പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിക്കുന്നത്, ഓരോ ചാപ്റ്ററിലും. അപ്പോൾ ഒരു ക്ലാസ് മിസ്സാക്കല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. PQR ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എത്ര ദിവസം? 10 days. P and Q ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 20 days. Q and ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 15 days. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ P and R ടുഗദർ കംപ്ലീറ്റ് എ വർക്ക്. ഞാൻ പറഞ്ഞില്ലേ പെയർ ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമുക്ക് എഴുതാം. നോക്കിക്കോ, ടോട്ടൽ PQ ആൻഡ് R ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പക്ഷെ അത് മാത്രമാണോ? അല്ല. നോക്കിക്കോ, P അതേപോലെ Qവിൻ്റെ കൂടെ ചേർന്നാണെങ്കിൽ, അതായത് Pയുടെ ബെസ്റ്റി Q, അവർ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ 20 ദിവസം കൊണ്ട് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് മാത്രമാണോ? Qവും Rഉം കൂടെ ഒന്നിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് LCM മെത്തേഡിലൂടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ? നോക്കിക്കേ, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 10, 20, 15ന്റെ LCM ആയിരിക്കും. ഏതാ വാല്യൂ? 60 അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും? വർക്ക് ചെയ്യുന്ന ടൈം പീരീഡ് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, P + Q + Rന്റെ ടോട്ടൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 60/10 6 വരും. P + Qന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 60/20 എത്ര വരുന്നേ? 3 വരും. ആൻഡ് Q + Rന്റെ എഫിഷ്യൻസി എത്ര? 60/15 4 വരും. അപ്പം നമുക്ക് എഫിഷ്യൻസി എല്ലാവരുടെയും കണ്ടുപിടിച്ചില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആരുടെ കണ്ടുപിടിക്കണ്ടേ? Pയും Rഉം ടുഗദർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പം നമുക്ക് Pയുടെയും Rന്റെയും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി വേണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, നമുക്ക് തന്നിട്ടുണ്ട് P + Q + Rന്റെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര? 6 അല്ലേ? നമുക്ക് തന്നിട്ടില്ലേ? Pയുടെയും Qയുടെയും ടോട്ടൽ എഫിഷ്യൻസി തന്നിട്ടില്ലേ? എത്ര തന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ എത്ര തന്നിരിക്കുന്നത്? 3 അല്ലേ? അതിനർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ നമുക്ക് Rന്റെ എഫിഷ്യൻസി കിട്ടത്തില്ലേ? അതായത് ഇവനും മൈനസ് ആയി പോകത്തില്ലേ? ബാക്കി 6 മാത്രമേ ഉള്ളൂ. 6 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ എന്തായി മാറി? ഒറ്റയ്ക്കായി മാറിയില്ലേ? അപ്പോൾ 6ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്ര വരും? 3 എന്ന് കിട്ടത്തില്ലേ? അതിനർത്ഥം എന്താ? Rന്റെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി എത്ര കിട്ടിയിരിക്കുന്നത്?
3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ആറിന്റെ എഫിഷ്യൻസി കിട്ടി. അങ്ങനെയെങ്കിൽ ക്യൂവിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. ക്യൂ പ്ലസ് ആറിന്റെ എഫിഷ്യൻസി എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 4 എന്ന് തന്നിട്ടില്ലേ? ആറിന്റെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ക്യൂവിന്റെ എഫിഷ്യൻസി ഇൻഡിവിജ്വൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ക്യൂവിന്റെ എഫിഷ്യൻസി കിട്ടി. നമുക്കറിയാം പി പ്ലസ് ക്യൂവിന്റെ എഫിഷ്യൻസി എത്ര? 3 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ക്യൂവിന്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ പിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. 3 - 1 എത്ര വരും? 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ എഫിഷ്യൻസി പിയുടെ കിട്ടി, ക്യൂവിന്റെ കിട്ടി, ആറിന്റെയും കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന വർക്ക് പിയും ആറും ഒന്നിച്ച് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ആരുടെയൊക്കെയാ? പിയുടെ ആറിന്റെ അല്ലേ? അപ്പൊ പിയുടെ എഫിഷ്യൻസി എത്ര? 2 പ്ലസ് ഇനി ആരെ വേണ്ട? 6 അല്ലേ? ആറിന്റെ എഫിഷ്യൻസി എത്ര? 3 അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 വരത്തില്ലേ? അപ്പൊ 60 ഡിവൈഡഡ് ബൈ 5ന്റെ വാല്യൂ എത്ര? 12 ഡേയ്സ് കൊണ്ടായിരിക്കും ആര് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പിയും ആറും കൂടെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എവിടെ? ദാ കിടക്കുന്ന ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ 4 12 ഡേയ്സ് ആണ് ആൻസർ. എന്ത് എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്ററിന്റെയും ഒരുപാട് സബ് ടൈപ്പുകളുടെ ക്വസ്റ്റ്യൻസ് മാറി മാറി വരും. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഒരു ക്ലാസ്സും മിസ്സാക്കല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ ഇപ്പം ഈ ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ ടൈം ആൻഡ് വർക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെഡിങ് കൊടുക്കണം. ടൈം ആൻഡ് വർക്കിലെ ടൈപ്പ് 2 എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓർഡേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകത്തില്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇതും വേറൊരു ടൈപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ടൈപ്പ് അല്ല, ഇതും വേറൊരു ടൈപ്പാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. നോക്കിക്കോ. ABC സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 2400, 2000 ആൻഡ് 3000 എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻവെസ്റ്റ് ചെയ്ത ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 2400. ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 2000. സിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 3000. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നോക്കിക്കോ. പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. 3 ടേംസ് ഉണ്ട്. അതിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം പീരീഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന വ്യക്തികളുടെ പ്രോഫിറ്റിന്റെ റേഷ്യോയിലോട്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അറിഞ്ഞൂടെ? പക്ഷെ എളുപ്പമാണോ? പറഞ്ഞുതരാം. നോക്കിക്കോ. ഇനിഷ്യലി എ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 2400 രൂപ എ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ ബാക്കി വായിച്ച് നോക്കിക്കൂടെ. ആഫ്റ്റർ 6 months ബി ഇൻക്രീസ്ഡ് ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ബൈ 25%, while C decreased his investment by 20%. അതിനർത്ഥം എന്താ? ഇനിഷ്യലി ബി 2000 ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ 6 മാസത്തിന് ശേഷം ബി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു 25% അങ്ങ് കൂട്ടി. അപ്പൊ നമുക്ക് നോക്കാം. 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എല്ലാവരും പറഞ്ഞ എത്ര? അത് ഞാൻ കാണിച്ചു തരാം. 25/100 ആണല്ലോ. 25% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്തായി മാറി? 125/100 ആയി മാറി. ഇതിന്റെ വാല്യൂ എത്ര? 5/4. ഇത് ഞാൻ കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് പെർസെൻറ്റേജിന്റെ 0 to ഹീറോ ക്ലാസ്സിൽ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ വളരെ എന്താ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ മസ്റ്റായിട്ട് കാണണം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. എങ്ങനെ ഇനിഷ്യൽ വാല്യൂയിൽ നിന്നും ഡയറക്റ്റ് ഫൈനൽ വാല്യൂയിലോട്ട് പോകാം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണണം, അതിനെല്ലാം നോട്ട്സ് ആക്കണം, പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ 5/4 ആയതുകൊണ്ട് ഇനിഷ്യലി എത്ര ഇൻവെസ്റ്റ് ചെയ്തേ? 2000 അല്ലേ നമ്മുടെ ബി ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ 6 months 25% വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇതല്ലേ ഞാൻ ആ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ പറഞ്ഞത്. എത്ര വരും? ഇത് 5 times അല്ലേ? അതിനർത്ഥം എന്തായി മാറി? ആഫ്റ്റർ 6 months ബി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര? 2500 അല്ലേ? അപ്പൊ ഇനിഷ്യലി 2000 ആണ് ബി ഇൻവെസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് മാത്രമേ ഈ ഒരു ബി 2000 ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിന് ശേഷം എന്തായി മാറി? നമ്മൾ എത്ര കണ്ടുപിടിച്ചേ? 2500 മാറി. എത്ര മാസത്തേക്കാ? ടോട്ടൽ ഒരു വർഷത്തേക്കല്ലേ? ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാ? 12 മാസം അല്ലേ? 6 മാസം ഓൾറെഡി പോയി. ഇനി എത്ര മാസം കൂടെ ഉള്ളൂ? 6 മാസം കൂടെ ബാക്കിയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി ഇതുവരെ? ഇനി നമുക്ക് സിയുടെ കേസ് എടുത്തൂടെ? നോക്കിക്കോ. സി എത്ര ഇൻവെസ്റ്റ് ചെയ്തേ? 3000 രൂപയായിരുന്നു സി ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിയും ഇത് തന്നെ ചെയ്തേ. ആദ്യത്തെ 6 മാസം വരെ സി ഇനിഷ്യലി ഇൻവെസ്റ്റ്മെന്റ് 3000 ആയിരുന്നു. 6 മാസത്തിന് ശേഷം ഈ സി എന്ത് ചെയ്തെന്നറിയോ? ഒരു 20% അങ്ങ് ഡിക്രീസ് ചെയ്തു. അപ്പൊ ഞാൻ ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എഴുതത്തുള്ളൂ. 20%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എല്ലാവർക്കും അറിയാം 1/5 ആണ്. 20% ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ വാല്യൂ എത്രയായി മാറി? 4/5 ആയി മാറി. അങ്ങനെയെങ്കിൽ ഫൈനൽ വാല്യൂ എത്ര ആയിരിക്കും? നമ്മൾ സി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 3000ന്റെ 4/5 നോക്കിയാൽ പോരെ. എത്ര ടൈംസാ? 6 times അല്ലേ? എന്തായി മാറി?
ആ 2400 മാറി. അങ്ങനെയെങ്കിൽ എത്ര ഫൈനൽ വാല്യൂ? 6 മാസത്തിന് ശേഷം 2400 ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. ടോട്ടൽ 1 ഇയർ ടൈം പീരീഡ് ആണ്. 6 മാസം പോയി, ഇനി 6 മാസമേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ വെട്ടിച്ചെറുതാക്കി നമുക്കൊരു റേഷ്യോ ഫോമിൽ ആക്കി എടുത്താൽ പോരെ. നോക്കിക്കോ. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ എ എന്ന് പറഞ്ഞ ടോട്ടൽ എത്ര ടൈം പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? എ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എത്ര രൂപയാണോ ഇനിഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തത്, ഒരു വർഷം വരെ അത്രയും രൂപ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര? 12 മാസം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം അല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് ടോട്ടൽ 12 മാസവും 2400 രൂപ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വെട്ടിക്കളഞ്ഞൂടെ? നമുക്ക് നോക്കി, ഇവിടെയും ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, കോമൺ എടുക്കാമല്ലോ. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, കോമൺ എടുക്കാമല്ലോ. അപ്പൊ എല്ലായിടത്തും 6ന്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ട്. എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? ഇവിടെ 6 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അതായത് കോമൺ എടുത്ത് 6നെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാ അർത്ഥം. ഇവിടെയും 6നെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെയും 2 0 ഉണ്ട്, ഇവിടെയും 2 0 ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഒരു 2 0 കോമൺ എടുത്ത് ഇതിനെ കട്ട് ചെയ്യുന്ന അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് അത്രയും കോമൺ എടുത്തൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതും പഠിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ 2 0യും ഈ 2 0യും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? നിങ്ങൾ നോക്കിക്കേ. 24 2 എത്ര? 48 അല്ലേ വരുന്നത്? ഇവിടെ നോക്കിക്കേ, 20 + 25 എത്ര വരും? 45 അല്ലേ വരുന്നേ? ഇവിടെ എത്ര വരും? 30 ഉണ്ട്, പിന്നെ ഒരു 24 ഉണ്ട്. എത്ര ബാക്കി വരുന്നത്? ഒരു 54 കൂടെ ബാക്കിയേ ഉള്ളൂ. നമുക്ക് ഇവന്മാരെയും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ എല്ലാവരും? നോക്കിക്കേ, 8 4 48, 16 3 അല്ലേ 48 എന്ന് പറഞ്ഞത്, 15 3 അല്ലേ 45, 18 3 അല്ലേ 54. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. അപ്പൊ നമുക്ക് കിട്ടി, ആരെ കിട്ടി? A:B:, ആൻഡ് സിയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. 16:, എത്ര കിട്ടിയിരിക്കുന്നത്? 16:15 ആൻഡ് 18 എന്ന് കിട്ടി. നമുക്കൊരു ഡേറ്റ തന്നിട്ടില്ലേ? ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ 1 ഇയർ എത്ര തന്നിരിക്കുന്നത്? 9800 എന്നല്ലേ തന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കേ, ടോട്ടൽ പ്രോഫിറ്റ് ഇൻ റേഷ്യോ വാല്യൂ നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? നോക്കിക്കേ, 16ഉം 15 എത്ര? 31. 31ഉം 18 എത്ര? 49 അല്ലേ? അപ്പൊ 49 യൂണിറ്റിന്റെ വാല്യൂ, അല്ലെങ്കിൽ റേഷ്യോന്റെ യൂണിറ്റ് വാല്യൂ അല്ലെങ്കിൽ 49 യൂണിറ്റിന്റെ വാല്യൂ ആണ് 9800. ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 49 2 എത്ര? 98 അല്ലേ? അപ്പൊ എത്ര വരും? 200 എന്ന് കിട്ടും. നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? സിയു എത്ര രൂപയാ, അല്ലെങ്കിൽ സിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ സിയുടെ പ്രോഫിറ്റ് എത്ര? 18 അല്ലേ? അപ്പൊ 18 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 200 × 18 ചെയ്താൽ പോരെ? അപ്പൊ എത്ര ആൻസർ വരുന്നത്? 3600 എന്ന ആൻസർ കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എവിടെ? ഇതാ കിടക്കുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ, 3600. വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇത്രയും ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്, ഓപ്ഷൻ എലിമിനേഷൻ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞു തരണ്ടേ? ഇവിടെ ഒരു വേരിയബിൾ ബേസ്ഡ് അല്ലെങ്കിൽ x+y അല്ലെങ്കിൽ x+100 എന്നൊക്കെ തരുവാണെങ്കിൽ നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റാസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ കൺസെപ്റ്റും പഠിച്ചു വെക്കണം, ഇത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ്, ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പെർസെൻറ്റേജിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. അവിടെ ഞാൻ നമ്മുടെ ഈ ചാനൽ തന്നെ 0 to Hero എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ക്ലാസ് 1 ബേസിക്സ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്യാം, അതായത് ഇവിടം വരെ നമ്മൾ കണ്ടുപിടിക്കണം, എന്തായാലും കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഇത്രയും ഡേറ്റാസിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് എങ്ങനെയാണ് പറഞ്ഞു തരാൻ? നോക്കിക്കോ, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ക്കട്ടെ, ഒന്ന് ഇറേസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാൽക്കുലേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തരട്ടെ. നോക്കിക്കോ. ഓക്കെ, നോക്കിക്കോ. നമുക്ക് തന്നിരിക്കുന്ന ആരുടെ കണ്ടുപിടിക്കണ്ടേ? സിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? സിയുടെ പ്രോഫിറ്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമുക്കറിയാം സിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വാല്യൂ? റേഷ്യോയിൽ 18 അല്ലേ? ഈ 18ന് എങ്ങനെ എഴുതാം? 9 × 2 അല്ലേ? 9 × 2 എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 18 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 9ന്റെ മൾട്ടിപ്പിൾ ഏതാണോ അവനായിരിക്കത്തില്ല ആൻസർ. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചാൽ പോരെ, ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കിക്കേ, എങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണ്ടേ? ഡിജിറ്റ് സം എടുക്കാം. ആ ഡിജിറ്റ് സം എന്ന് പറയുന്നത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്താൽ പോരെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓപ്ഷൻ എ എടുക്കാം. 3550 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിജിറ്റ് സം എടുക്കുന്നത്? 3 + 5 + 5 + 0 എത്ര കിട്ടുന്ന വാല്യൂ? 5 3 8 5 13. ഈ 13 എന്ന് പറഞ്ഞ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവൻ 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അതിനർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ല അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 7 3 10 5 15.
15 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ അവനും അല്ല ആൻസർ. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, 7 3 10 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ അവനും അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ 4 അല്ല നമ്മുടെ ആൻസർ. അടുത്തത് 8 3 11 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ അവനും അല്ല ആൻസർ. അപ്പൊ ഏതാ ആൻസർ നോക്കിക്കേ, ലാസ്റ്റ് നമ്മുടെ ഓപ്ഷൻ നോക്കാം. 6 3 9 9 എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 9 × 1. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ 3. കണ്ടോ, ഓപ്ഷൻ എലിമിനേഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞതല്ലേ? ബേസിക്സും പറഞ്ഞുതരാം, ഇതുപോലുള്ള ട്രിക്സും പറഞ്ഞുതരാം. അപ്പം രണ്ടും പഠിച്ചൂടെ? അപ്പൊ ആക്ച്വൽ എക്സാമിന് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡേറ്റാസ്, ഇങ്ങനത്തെ വാല്യൂസ് ഡയറക്റ്റ് തരുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷനിലൂടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻസുറേഷൻ ചാപ്റ്ററിലെ നമ്മുടെ റെക്ടാങ്കിളിന്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ എന്താ, പെർസെൻറ്റേജിന്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. നമുക്ക് വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ലെവൽ കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. രണ്ട് എന്താ പറയുക, ഫിഗേഴ്സ് ഒന്നിച്ച് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യിക്കാം. നോക്കിയല്ലേ, ചെയ്തു നോക്കാം. ഇഫ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 80% ഓഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ, പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ എത്ര വന്നിരിക്കുന്നത്? 54 വന്നിട്ടില്ലേ? ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് തന്നിട്ടുണ്ട് 80% എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷണൽ വാല്യൂ വന്നിട്ടില്ലേ? എത്ര? 4/5 അല്ലേ 80%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 80/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കട്ട് ചെയ്ത് കളയുമ്പോൾ 4/5 എന്നല്ലേ കിട്ടുന്നേ. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. നമ്മളോട് പറയുകയാണ് ലെങ്ത്തിന്റെ 80% ആണ് ബ്രെഡ്ത്ത്. എത്ര? ബ്രെഡ്ത്ത് അപ്പോൾ എത്ര ആയിരിക്കും? 4 യൂണിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്തിന്റെ റേഷ്യോ നമുക്ക് കിട്ടത്തില്ല. എത്ര കിട്ടുന്നത്? 5:4 എന്ന് കിട്ടത്തില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കൊരു ആക്ച്വൽ വാല്യൂ തന്നിട്ടില്ലേ? പെരിമീറ്ററിന്റെ ആക്ച്വൽ വാല്യൂ എത്ര? 84 സെന്റിമീറ്റർ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു എക്സ് ഇട്ട് കൊടുക്കാം. 5x/4x എന്ന് കൊടുക്കാം. അതല്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. കാര്യം ഏരിയ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് വാല്യൂവിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ അത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ബേസിക്സ് ആയിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞേ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾ പറഞ്ഞേ, 2 × L + B അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. 2 × L എത്ര ഇവിടെ? 5x അല്ലേ? അതുപോലെ ബ്രെഡ്ത്ത് എത്ര? 4x അല്ലേ? അതിന്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്? 54 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്ക് എത്ര വരും? 2 × 5x + 4x എത്ര? 9x അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു 54. അപ്പൊ 18xന്റെ വാല്യൂ എത്ര കിട്ടി? 54 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. നിങ്ങൾ പറഞ്ഞേ, ഏരിയ ഓഫ് റെക്ടാങ്കിളിന്റെ ഏരിയ എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മൾ എത്രാം ക്ലാസ് തൊട്ട് പഠിക്കുന്നേ. അപ്പൊ നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5x അല്ലേ? അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? 5x അല്ലേ? 5 × 3 എത്ര? 15 കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര? 4x അല്ലേ? 4 × 3 എത്ര വരും? 12 വരും. അപ്പൊ ഏരിയ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞ ഏരിയ എത്ര ആയിരിക്കും? 15 × 12 എത്ര വരുന്നത്? 15 12 എത്ര? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 180 സെന്റിമീറ്റർ സ്ക്വയർ. ഏതാ ഓപ്ഷൻ? ഇവിടെ ഓപ്ഷൻ എന്ത്? ഇതാ കിടക്കുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെല്ലാ സിമ്പിളും മീഡിയം ലെവലും ആവറേജ് ലെവലും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലും പഠിക്കണം. കാര്യം ഷിഫ്റ്റ് എളുപ്പമാണെങ്കിൽ സ്പീഡ് ചെയ്യണം, ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് ചെയ്യണം. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ നോക്കിക്കോ, ഇതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടി. അപ്പൊ ഏരിയ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. 5x × 4x അല്ലേ എടുക്കുന്നത്? അപ്പൊ ഇത് എന്ത് സംഭവിക്കും? 20x² എന്ന് വരത്തില്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണം എക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ x² വാല്യൂ 9 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 20 × 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഇത് നമുക്ക് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഒരാളാണ് കാണുന്നതെങ്കിൽ അവർക്കും മനസ്സിലാവണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിലിട്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററില? പൈപ്സ് ആൻഡ് സിസ്റ്റേണിലെ അല്ലേ? അപ്പൊ പൈപ്സ് ആൻഡ് സിസ്റ്റേണിലെ നമ്മുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ല, ഇതൊരു വേറൊരു സബ് ടൈപ്പ് ആണ്. വളരെ ഈസിയാണ്, എളുപ്പമല്ല ഇത് ചെയ്യാൻ. നമുക്ക് വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം, നോക്കിക്കോ. 3 pipes ABC together can fill a tank in 8 hours. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 പൈപ്പ് ഉണ്ട്, എ ബി ആൻഡ് സി. ഇവർക്ക് 3 പേർക്കും കൂടെ ഒന്നിച്ച് ടോട്ടൽ ആ ഒരു ടാങ്ക് എത്ര ദിവസം കൊണ്ട് എത്ര മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും? 8 മണിക്കൂർ കൊണ്ട് ടോട്ടൽ ടാങ്ക് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാ? ഇനി എഫിഷ്യൻസിയുടെ ഡേറ്റാസ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു വേറൊരു ടൈപ്പാണ്, ചെയ്യുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. നോക്കാം. എഫിഷ്യൻസി ഓഫ് സി ഈസ് 20% ലെസ് ദാൻ പൈപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞേ 20%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 20/100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/5 അല്ലേ? 20% ലെസ് എന്ന് പറയുമ്പോൾ ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞു തന്നില്ലേ? 4/5 അല്ലേ? അതിനർത്ഥം എന്താ? എയുടെയും
സിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര കിട്ടിയിരിക്കുന്നത്? ഓക്കെ, കുറച്ചുകൂടി ഇങ്ങോട്ട് എഴുതാം അല്ലേ, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തിനാ അത്രയും സൈഡിൽ പോയിടുന്നത്? നോക്കിക്കോ, എയുടെയും സിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര? എഫിഷ്യൻസി ഓഫ് പൈപ്പ് സി ഈസ് 20% ലെസ് ദാൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താ? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റും എഫിഷ്യൻസി ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 4 യൂണിറ്റും ആയിരിക്കണം. എളുപ്പമല്ലേ? ഇനി തന്നിരിക്കുന്നത് എന്താ? പൈപ്പ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% മോർ ദാൻ സി എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേ 50%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 1/2 അല്ലേ? 50% മോർ ദാൻ ആകുമ്പോൾ എത്ര വരണം? 3/2 എന്ന് വരത്തില്ലേ? അതിനർത്ഥം എന്താ? ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര കിട്ടി? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് 50% മോർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വരണം? 3:2 എന്ന് വരണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ മേർജ് ചെയ്തിട്ട് A:B:C യുടെ റേഷ്യോ കണ്ടുപിടിച്ചാൽ പോരെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിക്കേ, രണ്ട് കേസിലും ഇവിടെ ആരാ കോമൺ? നമ്മുടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ഒരു കോമൺ ഇല്ലേ? ഇവിടെ ആരാ കോമൺ? സി അല്ലേ രണ്ട് കേസിലും കോമൺ. നോക്ക്, സി അല്ലേ രണ്ട് കേസിലും കോമൺ. പക്ഷെ രണ്ട് കേസിലും സിയുടെ വാല്യൂ സെയിം ആണോ? നോക്കി, ഇവിടെ 4ഉം ഇവിടെ 2ഉം. അതെങ്ങനെ ശരിയാവും? രണ്ടുപേരും ഒരാളല്ലേ. അപ്പം നമുക്ക് ഒരേ വാല്യൂ ആക്കാൻ എന്ത് ചെയ്താൽ മതി? LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ LCM ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന സിയുടെ രണ്ടാമത്തെ റേഷ്യോയിലെ സിയുടെ വാല്യൂ എത്ര? 2 അല്ലേ? ആ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ റേഷ്യോയിലെ സിയുടെ വാല്യൂ സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ റേഷ്യോന്റെ സിയുടെ വാല്യൂ എത്ര? 4 അല്ലേ? ആ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി ഡയറക്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണോ നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്കിക്കേ, 2ഉം 4ഉം കോമൺ മൾട്ടിപ്ലൈ ചെയ്താൽ 2 അല്ലേ? അപ്പോൾ ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 എന്ന് വരും. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 വരും. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. തുടങ്ങാം, നമുക്ക് മൾട്ടിപ്ലൈ തുടങ്ങാം. 5 × 1 എത്ര? 5 അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. 4 × 1 എത്ര? 4 അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. 2 × 3 എത്ര? 6 അല്ലേ? അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. 2 × 2 എത്ര? 4 അല്ലേ? രണ്ട് കേസിലും സിയുടെ വാല്യൂ 4 ആയിട്ട് കിട്ടിയില്ലേ? ഇതാണ് അതിന്റെ റേഷ്യോ മേർജ് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കിട്ടി എഫിഷ്യൻസി ഓഫ് A:B:Cയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര കിട്ടി? നിങ്ങൾ പറഞ്ഞേ 5:6:4 എന്ന് കിട്ടി. നമുക്കറിയാം ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം പീരീഡ് ടേക്കൺ ബൈ 3 പേരല്ലേ? എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ ടൈം പീരീഡ് എത്ര? 8 അല്ലേ? ഇനി ടോട്ടൽ 3 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസി ടോട്ടൽ ആയിട്ട് തന്നെ എടുക്കണ്ടേ? എത്ര വരും ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി? 5 + 6 എത്ര? 11. 11 + 4 എത്ര? 15. സോ ടോട്ടൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 15 ആയിരിക്കും. ടോട്ടൽ എഫിഷ്യൻസി എത്ര? 6 × 5 = 11, 11 × 4 = 15. ടോട്ടൽ വർക്ക് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ടൈം പീരീഡ് അല്ലെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പൈപ്പ് ഒറ്റയ്ക്ക് ഇത്രയും ഈ ഒരു ടാങ്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്ക് എത്ര അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 8 × 15 ഡിവൈഡഡ് ബൈ ബിയുടെ എഫിഷ്യൻസി, ഇൻഡിവിജ്വൽ എഫിഷ്യൻസി എത്ര? ദാ അടക്കുന്ന 6 യൂണിറ്റ് അല്ലേ? ഡിവൈഡഡ് ബൈ 6. ടോട്ടൽ വർക്ക് അല്ല, ഇവിടെ ടോട്ടൽ കപ്പാസിറ്റി അല്ലേ? നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റം ആണല്ലേ? യൂണിവേഴ്സ് മാറിയില്ലേ? അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും? അല്ലെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ദാ ഈ കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുമ്പം 15 × 8 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതരുത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ? നോക്കിക്കോ, 2 കൊണ്ട് കട്ട് ചെയ്താൽ 3 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? ഇവനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസാ? 5 ടൈംസ് അല്ലേ? ഈ 2നെയും 8നെയും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? എത്ര ടൈംസാ? 4 ടൈംസ് അല്ലേ? അപ്പോൾ എത്ര വാല്യൂ വരുന്നത്? 5 × 4 20 മണിക്കൂർ അല്ലെങ്കിൽ 20 അവർ കൊണ്ടായിരിക്കും ബി ഒറ്റയ്ക്ക് പറഞ്ഞിരിക്കുന്ന ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഏതാ ഓപ്ഷൻ? ദാ അടക്കുന്ന ഓപ്ഷൻ ബി 20 hours ആയിരിക്കും ആൻസർ. എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറപ്പാണല്ലോ? അങ്ങനെയെങ്കിൽ ഇതെല്ലാവരും നോട്ട് നല്ല രീതിയിൽ എഴുതണം. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ആൻസർ ഡയറക്റ്റ് എഴുതാവുന്ന കാര്യമുള്ളൂ. നിങ്ങളിത് പ്രോപ്പറായിട്ട് നോട്ട് എഴുതിയെടുക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിസ്കൗണ്ട് വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഒരു ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തുകൂടെ? ലാസ്റ്റ് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ടൈപ്പ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ അവരുടെ റേഷ്യോ ഇടുന്ന മെത്തേഡ് കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഇങ്ങനെ ആ ഒരു ഓർഡറിൽ എഴുതുക. കാര്യം എന്താ? കോസ്റ്റ് പ്രൈസിൽ നിന്ന് മാർക്കപ്പ് ചെയ്താലേ നമുക്ക് മാർക്ക്ഡ് പ്രൈസ് കിട്ടൂ. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്താലേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടൂ. സോ ആ ഓർഡറിൽ തന്നെ നമ്മൾ എഴുതി. അതിന്റെ ഗുണം ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, കോസ്റ്റ് പ്രൈസ് ടു മാർക്ക്ഡ് പ്രൈസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. എത്ര തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എത്ര?
2:3 തന്നിട്ടില്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് ടു മാർക്ക്ഡ് പ്രൈസിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 2:3 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇഫ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഓഫ് ദ ആർട്ടിക്കിൾ എത്ര തന്നിരിക്കുന്നത്? 20% തന്നിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞേ, ഈ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എവിടാ? മാർക്ക്ഡ് പ്രൈസിലല്ലേ? അതായത് മാർക്ക്ഡ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര? 80% ഉള്ളൂ. ആ മാർക്ക്ഡ് പ്രൈസിന്റെ 80% ആണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ്. ഇത് തന്നെയല്ലേ ഞാൻ ആ പെർസെൻറ്റേജിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിന്റെ ആ ഒരു ടോപ്പിക് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഗെയിൻ പറയാണ്, കാണാത്ത ആൾക്കാർ മസ്റ്റ് ആയിട്ട് അത് കാണണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ നിന്ന് മാർക്ക്ഡ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ കിട്ടത്തില്ലേ? എത്ര? ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ? 4/5 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ എത്ര വരും? 5:4 എന്ന് കിട്ടി. ഇതാ ഇവിടെ വേറെ റേഷ്യോ ആയി മാറി, 5:4 ആയി മാറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ കാണിച്ചു തന്ന റേഷ്യോ മെർജ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിനെക്കാട്ടിലും വേറൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കിക്കോ, രണ്ട് കേസിലും മാർക്ക്ഡ് പ്രൈസ് കോമൺ ആണ്. അതുകൊണ്ട് അവരെ നമ്മൾ അലൈൻ ചെയ്ത് എഴുതുക, ഒരേ ആ ഒരു വെർട്ടിക്കൽ അലൈൻമെന്റിൽ എഴുതുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടുന്നത്? 10 അല്ലേ കിട്ടുന്നത്? അത് നേരെ നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ ആണ് ആ 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് കോസ്റ്റ് പ്രൈസിന് നേരെ താഴെ എഴുതുക. ഓക്കെ അല്ലേ? ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരുന്നത്? 15 അല്ലേ? അവനായിരിക്കും നമ്മുടെ മാർക്ക്ഡ് പ്രൈസിന്റെ വാല്യൂ. അവൻ മാർക്ക്ഡ് പ്രൈസിന്റെ നേരെ താഴെ എഴുതുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 12 അല്ലേ വരുന്നത്? ആ 12 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസിന് നേരെ എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടി കോസ്റ്റ് പ്രൈസിന്റെയും മാർക്ക്ഡ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും കമ്പൈൻഡ് റേഷ്യോ കിട്ടി 10:15:12 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ എന്താ ബാക്കി തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാ? വായിച്ച് നിങ്ങളൊന്ന് വായിച്ച് പറഞ്ഞേ. ടോട്ടൽ പ്രോഫിറ്റ് എന്നിട്ടല്ലേ? പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ ഈസ് 120. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് റേഷ്യോയിൽ സെല്ലിംഗ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെയും ഡിഫറൻസ് എത്ര? നോക്ക്, 12 - 10 എത്ര വരും? 2 യൂണിറ്റ് അല്ലേ? ഈ തന്നിരിക്കുന്ന 2 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ആക്ച്വൽ പ്രോഫിറ്റ് വാല്യൂ 120 RS എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 120/2. അതായത് 120/2 എത്ര വരണം? 60 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദെൻ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ അല്ലേ? അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10 യൂണിറ്റ് അല്ലേ? അപ്പൊ 10 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരണം? 600 RS എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആൻസർ എത്ര? 600 RS ആണ്. കോസ്റ്റ് പ്രൈസ് എത്ര? 600 രൂപയാണ്. എവിടെ ഓപ്ഷൻ? ദാ കിടക്കുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. എളുപ്പമല്ലേ? അപ്പം നിങ്ങൾ ഇത് നോട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുക. കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ഒരിക്കലും സ്പീഡിൻ്റെ പുറകെ പോകല്ലേ. നമ്മളെപ്പോഴും കൺസെപ്റ്റിൻ്റെ പുറകെ പോകുക. സ്പീഡ് നമ്മുടെ ഒപ്പം എത്തും. സ്പീഡിൻ്റെ പുറകെ പോയാൽ നമുക്ക് കൺസെപ്റ്റ് കിട്ടുമോ? എന്തിൻ്റെയും ഫണ്ടമെൻ്റൽ എന്താ? കൺസെപ്റ്റ് അല്ലേ? കൺസെപ്റ്റ് ഇല്ലാതെ കുറേ ഒരു 100 സെറ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിലൂടെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ അതൊക്കെ എന്താ പറഞ്ഞത്? ഒരിക്കലും ഒരു ബേസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രത്യേകിച്ച് മെയിൻസ് വരുമ്പോൾ. അപ്പം നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാ ചാപ്റ്റർ? ഏതാ? മിക്സ്ചർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്ലേസ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നില്ലേ? എങ്ങനെയാണ് റിപ്ലേസ്മെന്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബേസിക്സ്, അതിന്റെ ട്രിക്ക് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വേരിയബിൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എ വെസൽ കൺസിസ്റ്റിംഗ് ഓഫ് 200 ലിറ്റർ വിച്ച് ഈസ് 60% ആർ മിൽക്ക് ആൻഡ് റിമൈനിങ് ആർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 200 ലിറ്റർ ആണ് ടോട്ടൽ എന്ന് പറഞ്ഞത്. ആ ടോട്ടലിൽ നമുക്ക് തന്നിട്ടുണ്ട് 2 പേരില്ലേ? ആരൊക്കെയാ? ഒരു മിൽക്കുമുണ്ട്, ഒരു വാട്ടറും ഉണ്ട്. ടോട്ടൽ 200 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയാ ഉള്ളത്? മിൽക്കും വാട്ടറും ഉണ്ട്. പക്ഷേ മിൽക്ക് എത്ര? 60% ആരാ? മിൽക്കും 100% ടോട്ടൽ എങ്കിൽ 60% മിൽക്ക് ആണെങ്കിൽ അതിൽ വാട്ടർ എത്ര ആയിരിക്കും? 40% മാത്രമേ വാട്ടർ ഉള്ളൂ. നമുക്ക് ഈ റേഷ്യോനെ വെട്ടിച്ചെറുതാക്കിക്കൂടെ? എത്ര വരും? 3:2 എന്ന് വരത്തില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എത്ര കിട്ടി? 3:2 എന്ന് കിട്ടി. ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. നൗ 50% ഓഫ് ദ മിക്സ്ചർ റിമൂവ് ചെയ്തു ആൻഡ് X ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ആഡഡ്. ദെൻ ദ റേഷ്യോ മിൽക്കിന്റെ വാട്ടറിന് എത്രയായി മാറി? 5:2 ആയി മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൽ നിന്ന് ഒരു 50% അങ്ങ് റിമൂവ് ചെയ്തു, 50% മിക്സ്ചർ റിമൂവ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു പാത്രമെന്ന് വിചാരിച്ചോ. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മിൽക്കും വാട്ടറും ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് കോരി മാറ്റുമ്പോഴും ഇതിനകത്ത് ഉണ്ടായിരുന്ന മിക്സ്ചർ തന്നെയല്ലേ ഇതിനകത്ത് പിന്നെയും ബാക്കിയുള്ളത്?
നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ആഡ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളതിൽ നിന്ന് കുറച്ച് മാറ്റി ബാക്കി വന്നതും ഇനിഷ്യലി എന്താണോ അത് തന്നെയല്ലേ. അതിനർത്ഥം എന്താ, ഈ തന്നിരിക്കുന്ന റേഷ്യോ നമ്മൾ റിമൂവ് ചെയ്താലും സെയിം തന്നെയല്ലേ വരേണ്ടത്. അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വരാൻ ചാൻസ് ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴും ആ എക്സ് ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്തില്ല. മിൽക്ക് ആഡ് ചെയ്യാത്തിടത്തോളം കാലം, എക്സ്ട്രാ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാത്തിടത്തോളം കാലം ആദ്യത്തെ റേഷ്യോ തന്നെയായിരിക്കും അവസാനത്തെയും ആ ഫൈനൽ റേഷ്യോ. അപ്പോൾ നമുക്കറിയാം 200 ആയിരുന്നു ഇനിഷ്യലി, അതിൻ്റെ 50% പോയി. എത്ര? 200ന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര? 200ന്റെ 50% എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പോൾ 100 പോയി, ബാക്കി എത്രയേ ഉള്ളൂ ടോട്ടൽ ക്വാണ്ടിറ്റി? 100 ലിറ്റർ അല്ലേ ബാക്കി ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഈ തന്നിരിക്കുന്ന 5 യൂണിറ്റ് ടോട്ടൽ എത്ര? 3 2 5 അല്ലേ. ഈ തന്നിരിക്കുന്ന 5 യൂണിറ്റിന്റെ വാല്യൂ അല്ലേ സത്യം പറഞ്ഞ ഈ 100. നോക്ക്, റിമൈനിങ് ക്വാണ്ടിറ്റി 100 50% പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന റേഷ്യോ അല്ലേ 3:2. ടോട്ടൽ ക്വാണ്ടിറ്റി 100 തന്നിട്ടില്ലേ. അപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 100 ഡിവൈഡഡ് ബൈ 5 എത്ര വരണം? 20 കിട്ടത്തില്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാട്ടർ എത്ര, മിൽക്ക് കണ്ടുപിടിച്ചൂടെ? മിൽക്ക് എത്ര ആയിരിക്കും? 60 കിട്ടത്തില്ലേ. ഇതിനെ ഇൻറ്റു 20 ചെയ്താൽ പോരെ. അതേപോലെ 2 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. ഇനി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ എക്സ്ട്രാ എക്സ് ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ കൂടെ എക്സ്ട്രാ മിൽക്ക് അല്ലേ ആഡ് ചെയ്യുന്നത്, അല്ലേ? എക്സ് ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ ഒരു എക്സ് ലിറ്റർ ഓഫ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? 60 പ്ലസ് എക്സ് ലിറ്റർ ഓഫ് മിൽക്കായി നമ്മുടെ ഫൈനൽ വാല്യൂ. ഇതുവരെ എല്ലാവർക്കും കത്തിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് നോക്കാം. അങ്ങനെ മിൽക്കും കൂടെ ആഡ് ചെയ്തപ്പോൾ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5:2 ആയി മാറി. അപ്പോൾ നമുക്ക് നോക്കാം. 60 പ്ലസ് എക്സ് ആണ് നമ്മുടെ മിൽക്ക്, അതേപോലെ 40 ആണ് നമ്മുടെ വാട്ടർ. അപ്പോൾ റേഷ്യോ എന്തായി മാറി? മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായി മാറി? ഫൈനൽ 5/2 ആയി മാറി. നമുക്ക് ഈ 2നെയും 40നെയും കട്ട് ചെയ്ത് കളഞ്ഞുകൂടെ എത്ര ടൈംസാ? 20 ടൈംസ് അല്ലേ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ എത്ര വരും? 60 പ്ലസ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ എന്തായി മാറി? 60 പ്ലസ് എക്സിന്റെ വാല്യൂ എന്തായി മാറി? 100 ആയി മാറി. അപ്പോൾ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്ര? 40 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. എവിടെ ഓപ്ഷൻ? ദാ കിടക്കുന്ന നമ്മുടെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ ചെയ്യാൻ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാടുണ്ടോ നമുക്കിത് ചെയ്യാൻ? വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഇത് കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. ഇത് ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് നല്ല രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലെ നോക്കിക്കേ? ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അല്ലേ. നമ്മൾ ഇതുവരെയായിട്ട് ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യിച്ചിട്ടില്ല. ഡേവിയേഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ കൺവെൻഷണൽ മെത്തേഡിലും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കൺസെപ്റ്റ് അറിയണ്ടേ? കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാര്യം വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? നോക്കിക്കോ. ഇൻ എ ക്ലാസ് കൺസിസ്റ്റിംഗ് ഓഫ് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഒരു ക്ലാസ്സിൽ ടോട്ടൽ എക്സ് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ദർ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട് 44 തന്നിട്ടുണ്ട്. നിക്ക്, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞേ. ടോട്ടൽ എന്താണോ? ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ നമ്പർ, ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. എന്തായിരിക്കും? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അങ്ങനെയാണല്ലോ? അങ്ങനെയെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല. എത്ര ആയിരിക്കും? ആവറേജിനെ ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ആവറേജിനെ ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 44 സ്റ്റുഡൻറ്റ് ഇനിഷ്യലി ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് എത്ര? അല്ല, ഇൻ എ ക്ലാസ് കൺസിസ്റ്റിംഗ് ഓഫ് എക്സ് സ്റ്റുഡൻസ് ആണ്. അവരുടെ ആവറേജ് എത്ര? 44 അല്ലേ. അപ്പോൾ 44 × x ആയിരിക്കും ടോട്ടൽ ഇനിഷ്യലി. നമ്മളോട് പറയണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം ടോട്ടൽ ഇനിഷ്യൽ എത്ര ആയിരുന്നു? 44x ആയിരുന്നു. പക്ഷേ ഇഫ് ദ പേഴ്സൺ ഹൂസ് വെയിറ്റ് ഈസ് 64 കിലോഗ്രാം ഈസ് റിപ്ലേസ്ഡ് ബൈ എ പേഴ്സൺ ഹൂസ് വെയിറ്റ് ഈസ് 72 കിലോഗ്രാം. എന്ത് സംഭവിച്ചു? 64 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ഇനിഷ്യലി ഉണ്ടായിരുന്നു. അയാളെ എന്ത് ചെയ്തു? മാറ്റിയിട്ട് ഒരു 72 കിലോഗ്രാം ഉള്ള ഒരാൾ വന്നു. അതായത് 64 കിലോഗ്രാം ഉള്ള ആൾ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 72 കിലോഗ്രാം ഉള്ള ആൾ വന്നു. അപ്പോൾ അവിടെ എത്ര സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ടോട്ടൽ ഫൈനൽ കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ വരും? 44x ഇനിഷ്യലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 64 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആൾ പോയി. പകരം എന്ത് സംഭവിച്ചു? 72 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആൾ തിരിച്ചു വന്നു. അപ്പോൾ എന്തായി മാറി? ഇതല്ലേ നമ്മുടെ ഫൈനൽ വെയിറ്റ് എന്ന് പറയുന്നത്? ആ ടോട്ടൽ ക്വാണ്ടിറ്റി വെയിറ്റ് എല്ലാവരുടെയും എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരണം? 44x മൈനസ് എത്ര വരും? 72 മൈനസ് 64 എത്ര വരണം? ഒരു +8 അല്ലേ വരുന്നത്. അപ്പം 44x +8 വന്നു. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഫൈനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആവറേജിന് ഒരു ചേഞ്ച് ഉണ്ടായി. എന്ത് സംഭവിച്ചു? ആവറേജ് ഇൻക്രീസസ് ബൈ 0.25 എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ ആവറേജ് എത്ര ആയിരുന്നു?
ആവറേജ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 44 ആയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ആവറേജ് ഫൈനൽ എന്തായി മാറി? ഒരു 0.25 കൂടെ കൂടി എന്ന് പറഞ്ഞാൽ എന്താ? 44 പ്ലസ് ഇനിഷ്യൽ ആവറേജ് പ്ലസ് 0.25 എന്തായി മാറി? 44.25 ആയി മാറി പുതിയ ആവറേജ്. അപ്പോൾ ഓക്കെ ആണല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജിന്റെ നമ്പർ അല്ലേ? നോക്ക്, ഒരാൾ പോയി പകരം ഒരാൾ വന്നു, അവിടെ ടോട്ടൽ നമ്പർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 44.25. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോർഡർ ഇട്ടേക്കാം. ഇൻറ്റു എത്ര നമ്പറാ? 44 സ്റ്റുഡൻസ് അല്ലേ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതല്ലേ ടോട്ടൽ അല്ലെങ്കിൽ ഫൈനൽ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? അത് തന്നെയല്ലേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി ഇക്വേറ്റ് ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ എത്ര വരും? 44x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 44.25 ഇൻറ്റു 44 എന്ന് എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 44.25 ആണ്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലേ? ഇവിടെ എത്ര? 44.25. നമ്മൾ അതിൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ? സോറി ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടേ. 44.25 അല്ല, ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര അല്ലെങ്കിൽ ടോട്ടൽ പേഴ്സൺ എത്ര? എക്സ് അല്ലേ. അപ്പോൾ ദാ കൊടുത്തിരിക്കുന്നത് എക്സ് എന്ന്. അപ്പോൾ എത്ര വരണം? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ആയിരിക്കും? 44.25 എക്സ് ആയിരിക്കും ടോട്ടൽ ക്വാണ്ടിറ്റി ഫൈനൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സിന്റെ വാല്യൂസിനെല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയാൽ പോരെ. എത്ര വരും? 44.25x മൈനസ് 44 എക്സിന്റെ വാല്യൂ അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന 8 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0.25 എക്സിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടിയിരിക്കുന്നത്? 8 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഈ 0.25 എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലേ? 0.25 എന്ന് പറഞ്ഞാൽ എത്ര? 1/4 അല്ലേ? അപ്പോൾ ആ 1/4 അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? നമുക്കറിയാം 32 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എത്ര? 32 എന്ന് കിട്ടി. എളുപ്പമല്ലേ? അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. വളരെ എളുപ്പമല്ലേ? ഇതാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. അതായത് രണ്ട് കേസിലെയും ഫൈനൽ വാല്യൂസിനെ നമ്മൾ എടുക്കുക, അവരെ ഇക്വേറ്റ് ചെയ്യുക, അതിൽ നിന്ന് എക്സിന്റെ ക്വാണ്ടിറ്റീസിനെ ഒരു സൈഡിലാക്കുക, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷേ ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും നോക്കിക്കോ, അതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പെർസെൻറ്റേജ് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നത്, ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ആ പെർസെൻറ്റേജിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തു തരുന്നത്. നോക്കിക്കോ. സപ്പോസ് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞ് ഇവരുടെ മാർജിൻ ആണെന്ന് വിചാരിച്ചു. അതിൽ നമ്മൾ റിപ്ലേസ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പുറത്താക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം റൈറ്റ് സൈഡിൽ എഴുതുക. അതായത് നമ്മൾ അകത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാരെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണുക, നമ്മൾ അടിച്ച് പുറത്താക്കുന്ന ആൾക്കാരെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിച്ച് പുറത്താക്കുന്ന ആളുടെ വെയിറ്റ് എത്ര തന്നിരിക്കുന്നത്? 72 അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പുറത്താക്കുന്ന ആളുടെ വെയിറ്റ് എത്ര തന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ എത്ര? 64 അല്ലേ തന്നിരിക്കുന്നത്? ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 8 അല്ലേ? 8 kg അല്ലേ? ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ആവറേജ് ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? എത്ര ഇൻക്രീസ് ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ആവറേജ് വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 0.25 അല്ലേ തന്നിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന 0.25ന്റെ വാല്യൂ ആയിരിക്കും 8 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 0.25 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ആയിരിക്കും 8 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? എക്സ് ഡിവൈഡഡ് ബൈ 1/4 അല്ലേ 0.25 എന്ന് പറഞ്ഞാൽ? അവന്റെ വാല്യൂ അല്ലേ 8 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 8×4 32 ആയിരിക്കും. അതല്ലേ ഡയറക്റ്റ് കണ്ടുപിടിച്ചില്ലേ? നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ കാൽക്കുലേഷൻ ഓർമ്മയില്ല, അത്രയും ലെങ്തി ആയിരുന്നു. അതിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പം ഡയറക്റ്റ് നമുക്ക് ഇത്രയും ചെയ്യേണ്ട പോലും ആവശ്യം വരത്തില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്താൽ പോരെ. ട്രിക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു പുതിയ ട്രിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോക്സിൽ അല്ലെങ്കിൽ ട്രിക്കി മെത്തേഡ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു ട്രിക്കും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ആവറേജിൻ്റെ ഒരു ട്രിക്ക് എന്ന് പഠിച്ചില്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡേവിയേഷൻ വെച്ചിട്ട് എങ്ങനെ ആവറേജിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ. ദ നമ്പർ ഓഫ് ലിറ്ററേറ്റ് ടു ഇല്ലിറ്ററേറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 7:6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പേരുണ്ട്, ലിറ്ററേറ്റും ഉണ്ട് അതേപോലെ ഇല്ലിറ്ററേറ്റും ഉണ്ട്. അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 7:6 എന്ന് തന്നിട്ടുണ്ട്. ഇനി പറയാണ് ആൻഡ് 80% ഓഫ് ദ ടോട്ടൽ ലിറ്ററേറ്റ് ആർ മെയിൽസ്. അപ്പോൾ നോക്കിക്കേ, 7ന്റെ 80% എടുക്കുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ വരത്തില്ലേ? നോക്ക്, എങ്ങനെ വന്നാലും ഒരു 5.6 അല്ലെങ്കിൽ 4 അങ്ങനെ ഒരു ഫ്രാക്ഷൻ വരത്തില്ലേ? ഒരു ഡെസിമൽ വാല്യൂ വരത്തില്ലേ? അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ അത് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റേഷ്യോവിനെ നമുക്ക് 7x
അല്ലെങ്കിൽ 6x എന്ന് എഴുതിക്കൂടെ? എക്സിന് നമുക്ക് ഏത് വാല്യൂം കൊടുത്തൂടെ? സപ്പോസ് ഞാൻ എക്സിന് ഒരു 100 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെന്ത് വരും? 700:600 എന്ന് വരത്തില്ലേ? കാര്യം എന്താ? നമുക്ക് ഈ 700ന്റെ 80% എടുക്കാൻ വളരെ എളുപ്പമല്ലേ? കാര്യം എന്താ? ഈ 2 സീറോ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഒരു സീറോ വരത്തല്ലേ ഉള്ളൂ. ഡെസിമൽ വരുമോ? അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 70 എന്ന് കൊടുത്താലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ 700 എന്ന് 2 സീറോ രണ്ട് സൈഡിലും കൊടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് പേരിലും ലിറ്ററേറ്റിലും ഉണ്ട് ഒരു മെയിലും ഫീമെയിലും, ലിറ്ററേറ്റിലും മെയിലും ഫീമെയിലും ഉണ്ട്, ഇല്ലിറ്ററേറ്റിലും മെയിലും ഫീമെയിലും ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? 80% ഓഫ് ദ ലിറ്ററേറ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ലിറ്ററേറ്റ് ആർ മെയിൽസ്. നോക്കി എത്ര? 7 എത്ര പെർസെൻറ്റേജ്? 80% എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, 700ന്റെ 80% എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മെയിൽസ് അല്ലേ? എത്ര വരുന്നത്? 560 മെയിൽസ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 560 മെയിൽസ് ആണെങ്കിൽ ബാക്കി എത്ര വരും? ഇനി ബാക്കി 20% കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും പാടുണ്ടോ? എത്ര വരും? 140 അല്ലേ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ? വളരെ എളുപ്പമല്ലേ? 560 മെയിൽസ് ആണെങ്കിൽ ബാക്കി എത്ര? 700 അല്ലേ ടോട്ടൽ? അതിൽ നിന്ന് 560 മൈനസ് ചെയ്താൽ 140 അല്ലേ ഫീമെയിൽസ്? എളുപ്പമല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇനി 60% ഓഫ് ദ ടോട്ടൽ ഇല്ലിറ്ററേറ്റ് ആർ ഫീമെയിൽസ്. ഇല്ലിറ്ററേറ്റ് എത്ര ടോട്ടൽ? 600. 600ന്റെ 60% എത്ര? ഫീമെയിൽസ് അല്ലേ? 600ന്റെ 60% എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ പറഞ്ഞേ. 600 × 60% എത്ര വരുന്നത്? 360 അല്ലേ? അപ്പോൾ ഫീമെയിൽസ് എത്ര ആയിരിക്കും? 360 ഫീമെയിൽസ് ആയിരിക്കും. ബാക്കി എത്ര വരുന്നേ? 600ൽ നിന്ന് 360 മൈനസ് ചെയ്ത് 240 അല്ലേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്താ? ടോട്ടൽ ഇഫ് ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് മെയിൽസ് എത്ര തന്നിരിക്കുന്നത്? 240 തന്നിട്ടില്ലേ? നമ്മുടെ കയ്യിലുള്ള ഇല്ലിറ്ററേറ്റ് മെയിൽസ് എത്ര? 240 യൂണിറ്റ് അല്ലേ? റേഷ്യോ അല്ലേ? പെർസെൻറ്റേജ് വാല്യൂ അല്ലേ? അതിൽ ടോട്ടൽ വാല്യൂ എത്ര? അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ എത്ര? 240 അല്ലേ? എത്ര ടൈംസാ? ഒരു ടൈംസ് അല്ലേ? നമ്മളോട് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ലിറ്ററേറ്റ് ഫീമെയിൽസ്. എവിടെ ലിറ്ററേറ്റ് ഫീമെയിൽസ്? ഇതാ നടക്കുന്നു 140 മൈനസ് ആൻഡ് ഇല്ലിറ്ററേറ്റ് മെയിൽസ്. ഇല്ലിറ്ററേറ്റ് മെയിൽസ് എത്ര? 240 അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന 240 മൈനസ് ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? 240 മൈനസ് 140ന്റെ വാല്യൂ എത്ര? 100 യൂണിറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ആയിരിക്കും? ഇൻറ്റു 1 ചെയ്താൽ പോലെ എത്ര ആൻസർ വരുന്നത്? 100 എന്ന ആൻസർ വരും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ താഴെ കിടക്കുന്ന ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ ആൻസർ. വളരെ എളുപ്പമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യണ്ടേ? ആ റേഷ്യോനെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ വരാതെ എങ്ങനെ നമുക്ക് അതിന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു തന്നില്ലേ? ഒരു 2 സീറോ അല്ലെങ്കിൽ നമുക്ക് എത്ര സീറോസ് ആണ് ആവശ്യം അത്രയും സീറോസ് രണ്ടുപേർക്ക് ഒരുപോലെ കൊടുക്കുക, വെട്ടിക്കളയുക. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ഡെസിമൽ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണ്? ടൈം സ്പീഡ് ഡിസ്റ്റൻസ് അല്ലേ? TST നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡിലെ ഒരു ടൈപ്പാണ്. പക്ഷേ ഇത് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. പറഞ്ഞു തരട്ടെ, നോക്കിക്കോ. എ കാർ ട്രാവലിംഗ് ഫ്രം പോയിന്റ് P to Q വിത്ത് സ്പീഡ് ഓഫ് 30 km/h and returned with a speed of x km/h. If the average speed of the whole journey തന്നിട്ടുണ്ട് 360/11 km/h. Find the distance traveled by the car if they travel with the speed of x km/h in 4 hours. എങ്ങനെ ചെയ്യാം നോക്കിക്കോ. ആദ്യം ഞാനൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോ, ഒരു പോയിന്റ് ഉണ്ട് P, അതുപോലെ തന്നെ വേറെ സ്ഥലമുണ്ട് Q. രണ്ട് സ്ഥലമുണ്ട്. ആദ്യം എന്ത് ചെയ്തു? A കാറിൽ ട്രാവൽ ചെയ്തു, Pയിൽ നിന്ന് Q വരെ ട്രാവൽ ചെയ്തു. എത്ര km/h സ്പീഡിലാണ് പോയിരിക്കുന്നത്? 30 km/h സ്പീഡിലല്ലേ പോയിരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്ത് ചെയ്തു? പോയ ആൾ തിരിച്ചു വരണ്ടേ? അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന സ്പീഡ് നമുക്കറിയോ? ഒരിക്കലും അറിയില്ല. അതിന് എത്ര സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? x km/h തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓവറോൾ ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. എത്ര? 360/11 km/h തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ്. ബാക്കി നമുക്ക് സബ് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ? ഇവിടെ രണ്ട് കേസിൽ എന്ത് കോൺസ്റ്റന്റാ? അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസും ഇങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസും കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആണ്. അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസും അല്ലെങ്കിൽ എടുക്കുന്ന രണ്ട് ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 × SA അല്ലെങ്കിൽ S1 × S2 ഡിവൈഡഡ് ബൈ S1 എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്റ്റൻസ് മീൻസ് സ്പീഡ്. S2 എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വരാൻ എടുത്തിരിക്കുന്ന സ്പീഡ് ഡിവൈഡഡ് ബൈ S1 + S2. ഈ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നമുക്ക് റേഷ്യോ വെച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? നോക്കാം. ആവറേജ് സ്പീഡ് ടോട്ടൽ നമുക്ക് തന്നിട്ടില്ലേ? എത്ര? 360/11 തന്നിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 360/11ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ×
S1 എത്ര, അങ്ങോട്ട് പോകാൻ എടുത്തിരിക്കുന്ന സ്പീഡ് എത്ര, 30. തിരിച്ചു വരാൻ എടുത്തിരിക്കുന്ന സ്പീഡല്ലേ നമ്മുടെ S2, എത്ര ആയിരിക്കും, എക്സ് ഡിവൈഡഡ് ബൈ സ്പീഡുകളുടെ സമ്മല്ലേ 30 പ്ലസ് എക്സ് എടുത്താൽ പോരെ. നോക്കിക്കോ, ഇതെത്ര, 2 × 30 എന്ന് പറഞ്ഞാൽ എത്ര, 60 അല്ലേ. അപ്പോൾ ഇതെത്ര വരും, 60 ആണ്. 60 × 6 ടൈംസ് അല്ലേ നമുക്ക് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 360 എന്ന് പറയുന്നത്. 60 × 6 അല്ലേ 360. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. ബാക്കി എത്ര വരും നോക്കിക്കോ, 6x. ഇവിടെ എത്ര വരണം, 6x അല്ലേ, ഇവിടെ ഒരു 30 കൂടി ഇല്ലേ. നമുക്ക് ആ 30നെ മറക്കാൻ പറ്റുമോ, ഒരിക്കലും പറ്റത്തില്ല. നോക്കിക്കോ, 30 × 6 എത്ര, 180 ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, 180 പ്ലസ് 6 × x എത്ര, 6x അല്ലേ, ഈസിക്കൽ ടു. ഇനി ഇവനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഒരു പാവം എക്സ് ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, എത്ര വരും, 11x എന്ന് വരത്തില്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എക്സുകളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിക്കൂടെ. അപ്പോൾ 5x വാല്യൂ എത്ര കിട്ടി, 180 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 5 18 എത്ര ടൈംസ് അടങ്ങും, 3 ടൈംസ് അല്ലേ. 3 15 അല്ലേ, ബാക്കി ഒരു 3 ഇല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 36 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ, അല്ല. എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണ്ടേ, അല്ല. ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്തില്ലേ. അപ്പോൾ ഇത്രയും നിങ്ങൾ വേഗം നോട്ടാക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പാർട്ട് ഇറേസ് ചെയ്യണേ, നിങ്ങൾ വേഗം അത് നോട്ടാക്കണം, പോസ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് കണ്ടുപിടിക്കണ്ടേ. എക്സിന്റെ വാല്യൂ ആണെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നല്ലേ. പെട്ടെന്ന് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അല്ലേ, ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി കൂട്ടുന്ന കണ്ടില്ലേ. നോക്ക്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇഫ് ദ ട്രാവൽ വിത്ത് എ സ്പീഡ് ഓഫ് x km/h in 4 hours. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പറഞ്ഞേ, സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ട, സ്പീഡ് എത്ര, 36 അല്ലേ, എക്സിന്റെ വാല്യൂ 36 അല്ലേ. എത്ര ടൈം പീരീഡ് കൊണ്ടാണ് പോകുന്നത്, 4 മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. ഏത് ഓപ്ഷൻ, 6 4 24 അല്ലേ. നോക്ക്, 6 4 24, ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന ഏത് ഓപ്ഷൻ ഉള്ളത്, ഇതാ ഒരാളെ ഉള്ളൂ. ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര വരും, 6 4 24, ശിഷ്ടം 2, 4 3 12 2 14. എത്ര ആൻസർ, 144 km/h ആണ് നമ്മുടെ ആൻസർ. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ 4 ആണ്. എളുപ്പമല്ലായിരുന്നോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം, നമ്മൾ എങ്ങനെ മനസ്സിലാവും, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ ഒരുപാട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 200 300 ക്വസ്റ്റ്യൻസ് ടൈപ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ മെത്തേഡാണ് ബെസ്റ്റ്. അപ്പം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ റേഷ്യോനെ 7:6 ഞാൻ 700:600 ആക്കിയില്ലേ. അത് നമ്മൾ ആ ഒരു ലെവൽ എത്തണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഡെസിമൽ വരും, അത് കുറച്ചുകൂടെ കാൽക്കുലേഷൻ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ അറിയണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള സമയങ്ങളിൽ ഒരുപാട് സമയം, നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൻ്റെ. നല്ല രീതിയിൽ നിങ്ങൾ ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളിത് നോട്ട്സ് ആക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസിൽ റിവിഷൻ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ പറയാം, മോക്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഡെയിലി ഒരു 3 മോക്കൊക്കെ ഡെയിലി എഴുതുക. ഒരിക്കലും നിങ്ങൾ മോക്ക് എഴുതാതിരിക്കരുത്, നിങ്ങളുടെ സ്പീഡ് നല്ല രീതിയിൽ പോകും. എക്സാം വരികയാണ്, ആ ഒരു ഊർജ്ജം കളയരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാളത്തെ ക്ലാസ്, നാളെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലാസ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു സമയം പോലും കളയല്ലേ. ഓക്കെ ആണല്ലോ. താങ്ക് യു സോ മച്ച്.